നമസ്തേ. ഡോക്ടർ APJ അബ്ദുൽ കലാം. ഞാൻ വളരെ ആരാധനയോടെ നോക്കിക്കാണുന്ന ദേശാഭിമാനിയായ ശാസ്ത്രജ്ഞൻ. അദ്ദേഹം രാഷ്ട്രപതി പദവി ഒഴിഞ്ഞ ശേഷം ലോകം മുഴുവൻ നടന്ന് പ്രഭാഷണം നടത്തുന്ന കാലം ഡോക്ടർ കലാം ഒരു പരിപാടിക്ക് എത്തുന്നുവെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് എൻ്റെ ഉള്ളിൽ തോന്നി. കാണണമെന്ന് കരുതിയത് ഒരു പ്രത്യേക കാര്യത്തിന് തന്നെയാണ്. ഒരു ചോദ്യം എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുണ്ടായിരുന്നു. എൻ്റെ കൂടെ അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ ഒരാൾ കൂടിയുണ്ട്. ആ മൂപ്പർക്ക് അറിയില്ലായിരുന്നു ഞാനൊരു കുഴപ്പം പിടിച്ച ചോദ്യം ചോദിക്കാനാണ് ഈ ഡോക്ടർ കലാമിനെ കാണാൻ ശ്രമിക്കുന്നതെന്ന്. അദ്ദേഹത്തിന് അന്ന് അവിടെ കാലത്തും വൈകിട്ടുമായിട്ട് 2 പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ പരിപാടി കഴിഞ്ഞ് അദ്ദേഹം ഹാള് വിട്ടിറങ്ങുമ്പോൾ ആ വഴിയിൽ വെച്ച് അദ്ദേഹത്തോട് എൻ്റെ ഉള്ളിലുള്ള ആ ചോദ്യം ചോദിക്കണമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. അതിന് കണക്കാക്കിക്കൊണ്ട് ആ പരിപാടി പൂർത്തിയാക്കാതെ ഞാൻ വേഗം പുറത്തിറങ്ങി നിന്നിരുന്നു. എൻ്റെ കൂടെ വന്നയാളും ഒപ്പം ഉണ്ടായിരുന്നു. പരിപാടി കഴിഞ്ഞ് അദ്ദേഹം സ്റ്റേജിൽ നിന്നിറങ്ങി വളരെ വേഗത്തിൽ നടന്നു തുടങ്ങി. ഒപ്പം സെക്യൂരിറ്റിയും. അദ്ദേഹത്തിൻ്റെ നടപ്പിൻ്റെ വേഗവും ശക്തമായ സെക്യൂരിറ്റിയും ഉള്ളതുകൊണ്ട് എനിക്ക് മുന്നിലേക്ക് കടന്ന് വന്ന് അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിക്കാൻ കഴിയാതെ പോയി. ഞാൻ അവിടെ നിന്ന് പതിയെ പിൻവാങ്ങി. കാരണം അത്രയും സെക്യൂരിറ്റി ഉള്ള ഒരാളുടെ മുന്നിലേക്ക് കടന്നു ചെന്നാൽ അതൊരു പക്ഷേ മറ്റ് പല പ്രശ്നങ്ങൾക്കും കാരണമാക്കാം. ചിലപ്പോൾ അത് വലിയ വിവാദങ്ങളായി മാറാനുള്ള സാധ്യതയുണ്ടായിരുന്നു. കാരണം ഡോക്ടർ കലാം നിസ്സാരക്കാരനല്ല. അദ്ദേഹം DRDOയുടെ തലപ്പത്തിരുന്ന് വികസിപ്പിച്ച അതിശക്തമായ മിസൈലുകൾ ലോകോത്തരമായിരുന്നു. അതുകൊണ്ട് തന്നെ പല ഭീഷണികളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന കാര്യം നമുക്കെല്ലാം അറിയാവുന്നതുമാണ്. അങ്ങനെയുള്ള പല ചിന്തകൾ കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാതെ അവിടെ നിന്ന് പിൻവാങ്ങിയത്. വൈകിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിന് ശ്രമിച്ചില്ല. കാരണം ഞാൻ ഉദ്ദേശിച്ച ഒരു മറുപടി അദ്ദേഹത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ അത് മറ്റാരുടെയും സാന്നിധ്യത്തിലല്ലാതെ ചോദിക്കേണ്ട ഒരു ചോദ്യമായിരുന്നു. പരസ്യമായിട്ട് ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ അദ്ദേഹത്തെ പോലൊരാൾക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കാവശ്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള മറുപടിയായിരുന്നു, ബുദ്ധിയിൽ നിന്നുള്ളതായിരുന്നില്ല. പിന്നീട് എപ്പോഴെങ്കിലും ആകാം എന്ന് കരുതി അന്ന് വിട്ടുകളഞ്ഞ ആ ചോദ്യം പിന്നീട് ഒരിക്കലും എനിക്ക് ചോദിക്കാൻ അവസരം കിട്ടിയില്ല. കാലം അദ്ദേഹത്തെ യവനികയ്ക്കുള്ളിലേക്ക് അധികം താമസിയാതെ കൊണ്ടുപോയ വാർത്തയാണ് പിന്നീട് ഞാൻ കേട്ടത്. അന്ന് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം ഇതാണ്: ആർ യു എ ക്ഷത്രിയ ഓർ എ ബ്രാഹ്മൺ? ഇത് കേൾക്കുമ്പോൾ പലർക്കും കൗതുകം തോന്നുമായിരിക്കും. കൗതുകത്തിൻ്റെ കാര്യമില്ല. ആ ചോദ്യം കേട്ടാൽ അദ്ദേഹത്തിനും കൗതുകം തോന്നുമായിരുന്നില്ല. ഒരുപക്ഷെ ആ ചോദ്യത്തിന് അദ്ദേഹം ഐ എം എ ബ്രാഹ്മൺ എന്നാണ് മറുപടി പറഞ്ഞിരുന്നെങ്കിലോ ആ നിമിഷം അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വന്ദിച്ച് ഞാൻ പിൻവാങ്ങുമായിരുന്നു. ഇനി അതല്ല, ഐ എം എ ക്ഷത്രിയ എന്നാണോ അദ്ദേഹം മറുപടി പറഞ്ഞിരുന്നെങ്കിലോ ഉടനെ ചോദിക്കാനുള്ളൊരു തുടർ ചോദ്യം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്തായാലും ആ ചോദ്യം ചോദിക്കാനുള്ള വഴികളെല്ലാം അടഞ്ഞുപോയി. ആ വഴിയിൽ അദ്ദേഹവുമൊത്തുള്ള ഒരു ചിത്രം മാത്രമാണ് ഇന്നെൻ്റെ കയ്യിലുള്ളത്. ആ ആദ്യത്തെ പരിപാടി കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന വഴിയിലുള്ള ഒരു ചിത്രം. ഡോക്ടർ അബ്ദുൽ കലാം ISROയുടെ തലവനായി പ്രസിദ്ധനായ സമയത്തോ പിന്നീട് DRDOയുടെ തലപ്പത്തിരുന്ന് മാരകശേഷിയുള്ള അഗ്നി പോലെയുള്ള മിസൈലുകൾ തയ്യാറാക്കി നമ്മുടെ നാടിൻ്റെ അഭിമാനമുയർത്തിയ കാലഘട്ടത്തിലോ അതല്ല ലക്ഷക്കണക്കിന് ജനങ്ങളെ അല്ലെങ്കിൽ രാജ്യങ്ങളെ തന്നെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ തക്ക ഉഗ്രശേഷിയുള്ള ആണവായുധ സ്ഫോടനം നടത്തിയപ്പോഴോ പ്രതിരോധ മന്ത്രിയുടെ ഉപദേഷ്ടാവായി ഇരുന്ന കാലഘട്ടത്തിലോ അതല്ല പിന്നീട് പ്രധാനമന്ത്രിയുടെ തന്നെ ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവായപ്പോഴോ ഒന്നും അദ്ദേഹം രാഷ്ട്രപതി ആയപ്പോൾ പോലും ഒരു ചോദ്യവും എൻ്റെ ഉള്ളിൽ ഉദിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ പദവി അവസാനിക്കുന്ന സമയം എത്തിയപ്പോഴേക്കും ചില സംശയങ്ങളൊക്കെ ഉയരാൻ തുടങ്ങി. അതെന്നിൽ മാത്രമല്ല, പലരിലും അത്തരം സംശയങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു എന്ന് പിന്നീട് പല പ്രഗത്ഭരുമായിട്ട് ഞാൻ ചർച്ച ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. വാജ്പേയിയും കൂട്ടരും കലാമിനെ പ്രസിഡൻ്റാക്കാൻ ശ്രമിക്കുന്നത് കേട്ടപ്പോൾ ഞാനൊക്കെ വളരെ ആവേശഭരിതനായിരുന്നു. അതുപോലെ മിസൈൽ മാൻ പ്രസിഡൻ്റായപ്പോൾ എല്ലാവരുടെയും മനസ്സ് അങ്ങേയറ്റം ആഹ്ലാദഭരിതമായിരുന്നു. ഒടുവിലാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തെപ്പോലുള്ളൊരു മഹാത്മാവിന് രാഷ്ട്രപതി പദവി യോജിക്കുന്നതായിരുന്നില്ലെന്ന്. രാഷ്ട്രപതി പദവിക്ക് അദ്ദേഹവും ഒരർത്ഥത്തിൽ അത് അദ്ദേഹത്തിന് മുൾക്കിരീടമായിരുന്നു എന്ന് വേണം കരുതാൻ. അത് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നുവോ എന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെ പറയാൻ കാരണം രാഷ്ട്രപതി പദവി എന്ന് പറയുന്നത് ഒരു ക്ഷത്രിയന് മാത്രം യോജിക്കുന്നതാണ്.
കലാം ഒരു ക്ഷത്രിയനായിരുന്നേയില്ല, ഒരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹത്തിൽ നിഴലിച്ചിരുന്നത് ആ ബ്രാഹ്മണത്വം മാത്രമായിരുന്നു. ഒരു ജീവിയെപ്പോലും അദ്ദേഹത്തിന് ഉപദ്രവിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. മൂപ്പരുടെ ഭക്ഷണം, ജീവിതം എല്ലാം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒരു സന്യാസിയുടെ പോലെ സാത്വികമായിരുന്നു ആ ജീവിതം. കഠിന പരിശ്രമം ആവശ്യമുള്ള അദ്ദേഹത്തിൻ്റെ തുമ്പയിലെ പ്രവർത്തനകാലം 2 ചപ്പാത്തിയും 2-3 ചപ്പാത്തിയും രസവുമായിരുന്നു രാത്രി ഭക്ഷണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ കാലത്ത് ആണവ സ്ഫോടനം നടത്താൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച നമ്മുടെ ആ ശാസ്ത്രജ്ഞൻ ഒരു ജീവിയെയും കൊല്ലാൻ താല്പര്യമില്ലാത്ത ആളായിരുന്നെന്ന് കേട്ടാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കും? അദ്ദേഹത്തിലെ സ്വാത്വിക ഭാവത്തെ മറച്ചു വെച്ചിരുന്നുവെന്ന് വേണം കരുതാൻ. പ്രസിഡൻ്റായതോടെ ആ മുഖം മൂടി, അദ്ദേഹം മനഃപൂർവ്വം അണിഞ്ഞിരുന്ന ആ മുഖം മൂടി അഴിഞ്ഞു വീണു. കൊടും കുറ്റവാളിയായ ചിലർക്ക് സുപ്രീം കോടതി വിധിച്ച വധശിക്ഷ, അതിനെ തുടർന്ന് ദയാഹർജി അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തിയപ്പോഴാണ് കലാം പെട്ടുപോയത്. അതിൽ നടപടിയെടുക്കാനാകാതെ 5 വർഷം അദ്ദേഹം തള്ളി നീക്കി. ഈ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അന്ന് ദില്ലിയിലെ ഭരണകേന്ദ്രങ്ങളിലും നിയമകേന്ദ്രങ്ങളിലും ഒരു ചർച്ചയായിരുന്നു. കലാമിന് ശേഷം പ്രസിഡന്റ് പദവിയിലെത്തിയ പ്രണബ് മുഖർജി ആകട്ടെ ആ ഫയലുകളെല്ലാം തിരിച്ചു വിളിച്ച് അതിവേഗം തീർപ്പ് കൽപ്പിച്ച് ദയാഹർജികൾ തള്ളിക്കളഞ്ഞു, വധശിക്ഷയും നടപ്പിലാക്കി. ഇവിടെ കലാമാണോ ശരി അതോ മുഖർജിയാണോ ശരി? മുഖർജിയാണ് ശരിയെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിന് കാരണങ്ങളുണ്ട്. ഒരു സർവ്വസൈന്യാധിപനാണ് രാഷ്ട്രപതി എന്ന് പറയുന്നത്. പട നയിക്കേണ്ടവൻ, അല്ലെങ്കിൽ പട നയിക്കുന്ന സേനാനായകന്മാർക്ക് ഉത്തരവ് നൽകേണ്ടയാൾ. ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം രക്തച്ചൊലിച്ചിലുണ്ടാകുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ആ പദവി ഒരു സ്റ്റേറ്റ്മാൻ ഉള്ളതാണ്. പ്രണബ് മുഖർജി ഒരു സ്റ്റേറ്റ്മാൻ ആയിരുന്നു. എന്നാൽ കലാം അങ്ങനെയല്ല. അദ്ദേഹം അത്യുന്നതമായ തലത്തിൽ വിഹരിക്കുന്ന ഒരു മനസ്സുള്ളയാളാണ്. കലാമിന് കൊല്ലാനാകില്ല, സംരക്ഷിക്കാനേ ആകൂ. അദ്ദേഹത്തിൻ്റെ ആ വിഷൻ വ്യക്തമാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. കലാം പറയുകയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം വികസനം എന്നത് സുരക്ഷാ കേന്ദ്രീകൃത പ്രതിഭാസമാണ്. ദാരിദ്ര്യത്തിൽ നിന്നുള്ള ഭക്ഷ്യസുരക്ഷ, സാമൂഹ്യ സുരക്ഷ, പിന്നെ ദേശീയ സുരക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും സംരക്ഷിക്കുക എന്നതാണ് അദ്ദേഹത്തിന് താല്പര്യമുള്ള കാര്യം. ആരെയും ശിക്ഷിക്കുക എന്നതല്ല. രാജ്യരക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം നയിച്ച ISROയും പിന്നീട് DRDOയും എത്രമാത്രം വലിയ സ്ഥാനമാണ് വഹിച്ചിട്ടുള്ളതെന്ന് ഇക്കഴിഞ്ഞ യുദ്ധം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം പൗരന്മാരുടെ സുരക്ഷ, രാജ്യസുരക്ഷ, ഇത്തരം കാര്യങ്ങൾക്കായി അക്രമികൾക്കെതിരെ നിയമാനുസൃതമായ കടുത്ത ശിക്ഷാ നടപടികളിലേക്ക് പോകാതിരിക്കാനാകില്ല. അക്കാര്യത്തിൽ ഡോക്ടർ കലാം രാമനെ മാതൃകയാക്കേണ്ടതായിരുന്നു. ഞാനത് പറയാൻ കാരണം, കലാം ജനിച്ചത് രാമേശ്വരത്താണ്. കർത്തവ്യ പാലനത്തിനായി രാമസേന ദക്ഷിണ സമുദ്രത്തിൻ്റെ വടക്കേ കരയിൽ തമ്പടിച്ച സ്ഥലം. സേതുബന്ധനം ഒരു വലിയ സാന്നിധ്യമായി നിലനിൽക്കുന്ന സ്ഥലം. ജീവൻ്റെ രക്ഷയ്ക്കും തൻ്റെ വംശത്തിൻ്റെ രക്ഷയ്ക്കുമായി വിഭീഷണൻ രാമനെ അഭയം പ്രാപിച്ച സ്ഥലം. എന്നിട്ടും അദ്ദേഹത്തിന് രാമനെ ഓർമ്മ വന്നില്ല എന്നതാണ്. വ്യക്തിധർമ്മത്തേക്കാൾ മുഖ്യം രാജാവിന് രാജധർമ്മമാണെന്ന് ലോകത്തെ പഠിപ്പിച്ച ആളാണ് രാമൻ. ഒരു ശാസ്ത്രജ്ഞനായില്ലായിരുന്നെങ്കിൽ ഡോക്ടർ കലാം ഒരു സന്യാസിയായി ലോകത്തിന് മുഴുവൻ മാർഗനിർദ്ദേശം നൽകി അങ്ങനെ പ്രസിദ്ധനായേനെ എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ആർക്കും ഇത് മനസ്സിലാക്കാനും കഴിയും. ഒരു ഉജ്ജ്വല രാജ്യസ്നേഹിയായ ഡോക്ടർ കലാം എന്നും ഭാരതീയരുടെ മനസ്സിൽ, അവരുടെ ഓർമ്മകളിൽ അഗ്നിച്ചിറകുകളുമായി അങ്ങനെ പറന്ന് നടക്കട്ടെ എന്നാണ് ഞാൻ ആശിക്കുന്നത്, ആശംസിക്കുന്നത്. നന്ദി, നമസ്കാരം.